സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ടു ഇസഡ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സതേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ മാസ്റ്ററിംഗ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സൂര്യൻ, ഫൗണ്ടർ ഓഫ് സതേൺ സ്റ്റോക്ക് അക്കാഡമി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ഷെയർസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ്? അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് വെയർ സ്റ്റോക്സ് ഓർ ഷെയർസ് ഓഫ് പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് ആർ ബോട്ട് ഓർ സോൾഡ്. അപ്പോൾ പബ്ലിക്കലി ട്രേഡ് ചെയ്യപ്പെടുന്ന കമ്പനീസിന്റെ ഷെയറുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ ഒരു മാർക്കറ്റിലേക്ക് പോയി എന്ന് കരുതുക. അവിടെ നമുക്ക് വെജിറ്റബിൾസും മറ്റ് സാധനങ്ങളുമായിരിക്കും മേടിക്കാനായിട്ട് കഴിയുന്നത്. അതേസമയം നമ്മുടെ ഇവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരിക്കലും നമുക്ക് വെജിറ്റബിളോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല മേടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോക്കുകളാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റോക്കുകളാണ്, കമ്പനീസിന്റെ ഷെയറുകളാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഹിസ്റ്ററിയെ പറ്റിയാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിനാദ്യം നമ്മൾ കുറച്ച് പഴയ കാലഘട്ടത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. 1875 കാലഘട്ടത്തിലാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE നിലവിൽ വരുന്നത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ, അതായത് ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടണമെങ്കിൽ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കണമല്ലോ. അത് നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE. 1875 കാലഘട്ടത്തിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. അതുമാത്രമല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് BSE എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ 1992 കാലഘട്ടത്തിലാണ് NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. അപ്പോൾ BSE ആണ് ആദ്യം വന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ടാമത് നമ്മൾ നോക്കുവാണെങ്കിൽ 1992 NSE നിലവിൽ വരുന്നു. അപ്പോൾ NSEയും BSEയുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, NSE ആൻഡ് BSE. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് സക്സസ്ഫുൾ ട്രേഡറോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നേരെ പോകുമ്പോൾ 2000 കാലഘട്ടം, ആ ഒരു 2000 ആ ഒരു പീരീഡ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു റാപ്പിഡ് ഗ്രോത്ത് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2008 കാലഘട്ടം, പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും ഈ ഒരു 2008 എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ഗ്ലോബലി ഉണ്ടായിരുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഗ്ലോബലി വന്ന ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ കൂപ്പ് കുത്തിയതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് ഈ ഒരു 2008 നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ വീണ്ടും നല്ലൊരു ഗ്രോത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഏറ്റവും വലിയ ആ ഒരു 2008 ശേഷം വന്ന ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2019 കോവിഡ് ക്രൈസിസിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പ് കുത്തുകയുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ കമ്പനീസിന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഓൾ ടൈം ഹൈയിലാണ്. ATH എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ, അതായത് കോവിഡ് കാരണം ക്രാഷായ മാർക്കറ്റ് ഇന്ന് എത്തി നിൽക്കുന്നത് ഓൾ ടൈം ഹൈ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കണോമി കൂടിയാണ് ഇന്ത്യൻ എക്കണോമി. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഇന്ത്യയുടെ ഗ്രോത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യവും കൂടി വരാറുണ്ട്. ആ ഒരു
വെൽത്ത് ക്രിയേഷൻ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റിങ്ങിലൂടെ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നതും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇനി അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ സദൻ സ്റ്റോക്ക് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ഡൗട്ട് വേണോ ചോദിക്കാവുന്നതാണ്. നമ്മുടെ മെന്റേഴ്സും ആൾക്കാരും എല്ലാം അവിടെ അവൈലബിൾ ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഇനി വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ സദൻ സ്റ്റോക്ക് അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കണ്ട.